തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമർ പറയുന്നത് തെണ്ടുന്ന നാണമില്ലയോടെ നിനക്കൊക്കെ. അന്തസ്സായിട്ട് ജീവിക്കണം, തെണ്ടിയല്ല ജീവിക്കണ്ടേ. ആ മര്യാദയ്ക്ക് സർവീസ് കൊടുത്തിട്ട് അവന്റെ പുറകെ നടക്കുക താങ്ങിക്കൊണ്ട് കാശ് തരാനെന്ന് പറഞ്ഞു. മതിയോ മതിയോ ചേട്ടാ, ചേട്ടന് മാത്രമേ ഇവിടെ ബുദ്ധിമുട്ടുള്ളൂ. ഈ ചേട്ടന് തിരിച്ചു കൊടുക്കാനുള്ള പൈസ ഞാൻ തന്നേക്കാം, ഒന്ന് പോയി തരുമോ പ്ലീസ്? തനിക്കെന്താണോ പറയുന്നത് കാണാം മറ്റൊരു ഹദീസിൽ, അത്താജിറു സ്വദൂഖുൽ അമീനു മഅൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാ. സത്യസന്ധനായ വിശ്വസ്തരായ കച്ചവടക്കാർ അവർ മഅൻ നബിയ്യീൻ അവർ നബിമാരോട് കൂടെയാണ്, വസ്സുദ്ദീഖീൻ അവർ സുദ്ദീഖീങ്ങളോട് കൂടെയുമാണ്, വശുഹദാ രക്തസാക്ഷികളാകുന്ന ശുഹദാക്കളോട് കൂടെയുമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇങ്ങനെ നിരവധി ഹദീസിൽ കച്ചവടക്കാരുടെ മഹത്വം പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും നല്ല അധ്വാനം കച്ചവടക്കാരുടെ അധ്വാനമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഇസ്ലാം ഏറെയും ഇത്തരത്തിൽ കച്ചവടത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. കച്ചവടക്കാരെ വളരെ ബഹുമാനത്തോടു കൂടെയാണ് ഇസ്ലാം എപ്പോഴും അഭിസംബോധന ചെയ്തിട്ടുള്ളതും. എന്നാൽ ഇത്രത്തോളം മഹത്വമായ ഒരു കർമ്മത്തെ, ഒരു അധ്വാനത്തെ അത് വളരെ മോശമായ രീതിയിൽ ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങി സ്റ്റേജിൽ കയറി വിളിക്കുമ്പോൾ മാന്യന്മാർ എന്തായിരുന്നാലും ഇത്തരത്തിൽ